ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയ ദൃശ്യം. അതുപോലെ തന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നൽകിയിട്ടുള്ള ഒരു സമ്മേളനവും ഇതേ രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 1978 കണ്ണൂരിൽ നടന്ന 10ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്, ജലന്ധർ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി. അന്ന് മുതൽ 10ാം കോൺഗ്രസ് മുതൽ 24ാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. പ്രതിനിധികളുടെ ചർച്ച എന്ന് പറയുന്നത് അസാമാന്യമായ കഴിവാണ് അവർ പ്രകടിപ്പിച്ചത്. കഴിവ് എന്ന് ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തുള്ള തലങ്ങളിൽ നല്ല വിവരത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് രണ്ട് ചർച്ചകളിലും അവർ പങ്കെടുത്തത്. ഏതാണ്ടല്ല പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി 47 പേരും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 27 പേരും, അങ്ങനെ 74 പേര് ആ ചർച്ചയിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു 25ഓളം സഖാക്കളും പങ്കെടുത്തു. ഇതിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, വല്ലാത്തൊരാത്മവിശ്വാസം. അതായത് രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ കണ്ടത്. ഒന്ന് സംഘടനാ രംഗത്ത്, മറ്റൊന്ന് ഭരണരംഗത്ത്. സംഘടനാ രംഗത്താണെങ്കിൽ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കേരളത്തിലെ 50% ജനങ്ങളുടെ അംഗീകാരമുള്ള പാർട്ടിയാക്കി CPM-നെ വളർത്തുന്നതിൽ, സ്വന്തം ശേഷി വികസിപ്പിക്കുന്നതിൽ അവരുടെ സംഭാവന നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് നല്ല നിർദ്ദേശങ്ങൾ നൽകി. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നവഫാസിസത്തിൻ്റെ വെല്ലുവിളിയെ ചെറുക്കാൻ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ സാർവത്രികമായി വളർത്തിയെടുക്കുന്നതിനുള്ള ആവശ്യകതയും അതിൽ വന്നു. ആ രൂപത്തിൽ സംഘടനാ രംഗത്ത് ഒരു വമ്പിച്ച സംഭാവന നൽകി. ഭരണരംഗത്താണെങ്കിൽ നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, സാമ്പത്തിക പ്രശ്നമുണ്ടാകില്ല. ഇന്ന സ്രോതസ്സുകൾ വഴി നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ ചെറുക്കാൻ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി പാർട്ടിക്ക് മുന്നേറിയാൽ ഒരു സംശയവും വേണ്ട, ഇന്ന മേഖലകൾ വഴി നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അതൊരു വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. അപ്പോൾ അവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾ ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്തിയ അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 515 പ്രതിനിധികൾ അവർ നടത്തിയ ചർച്ചയുടെ ഭാഗമായി സ്വാംശീകരിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പം ഒരു നവകേരളം, ഒരു മധ്യ മുതലാളിത്ത രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം എത്താൻ പറ്റുന്ന ഒരു സാമ്പത്തിക വികാസം, പുരോഗതി ഈ നവകേരളത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളത് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പാതകൾ, പുതിയ വഴികൾ, ഇതുമായി ബന്ധപ്പെട്ട് ആരാധ്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ സപ്ലിമെൻ്ററി ചെയ്യുന്നതാണ് ഈ ചർച്ചകൾ. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഈ വേദി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വികാരപരമായിട്ടുള്ള രംഗങ്ങൾക്ക് ഞാൻ സാക്ഷിയായിരുന്നു. 1973 ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാനായിരിക്കുമ്പോൾ SFIയുടെ 3ാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ പോയത്. അന്നാണ് ഞാൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2ാം സംസ്ഥാന സമ്മേളനം ഒറ്റപ്പാലത്തായിരുന്നില്ല, കോട്ടയത്തായിരുന്നു. 1ാം സംസ്ഥാന സമ്മേളനം ഇവിടെ മോയനു സ്കൂളായിരുന്നു. അപ്പോൾ 2ാം സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരേണ്ടതായിരുന്നു. ചില കാരണങ്ങളാൽ എൻ്റെ ചില സ്വഭാവങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി വന്നില്ല. 3ാമത്തേതിലാണ് ഞാൻ ചെയർമാനായിട്ട് ചേരുന്നത്. പിന്നെ ഞാനൊരു അനിവാര്യമായ ആളായി. അങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നത്. അതൊരു വല്ലാത്ത സമ്മേളനമായിരുന്നു. സഖാവ് EMS തന്നെ പാർട്ടി മെമ്പർമാരെ വിളിച്ച് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായി വന്നു. അത്രയും ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നു.
പിന്നീടുള്ള വേദി എന്ന് പറയുന്നത് 1975 നമ്മുടെ 15-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്നാണ് ലോകം അറിയുന്നത് പാർട്ടിക്കുള്ളിൽ തിരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളത്. അതിൽ ഞാനൊരു കക്ഷിയായിരുന്നു. ഒരു വോട്ടിനാണ് ഞാനന്ന് തോറ്റത്, കൊല്ലത്ത് വെച്ചിട്ട്. അതും അന്നത്തെ ഒരു വലിയ വാർത്തയായിരുന്നു. ഒരു വോട്ടിനാണ് ഞാൻ തോറ്റത് എന്നുള്ളതിന് വേറെ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീടുള്ളൊരു പ്രശ്നം, ഞാൻ എസ്.എഫ്.ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി അന്ന് MP ആണ്. AK ബാലനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CPIM സംസ്ഥാന സമ്മേളനം വലിയ തരത്തിൽ വിജയമായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. നവകേരള നയരേഖ ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.